അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജിംബിൽ നമുക്ക് ആവശ്യമായ കഥാപാത്രങ്ങളും ബാക്ക്ഗ്രൗണ്ടും രൂപപ്പെടുത്തി. അവ ഉപയോഗിച്ച് അവ കാർട്ടൂണിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ ഈ കൊച്ചു സിനിമ പൂർത്തിയാക്കാം. നമ്മുടെ സ്റ്റോറി ബോർഡ് പരിശോധിച്ചാൽ 4 സീനുകളാണ് നമ്മൾ സ്റ്റോറി ബോർഡിൽ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ഈ 4 സീനുകളും നമ്മൾ ഒരുമിച്ച് കാർട്ടൂണിൽ സീന് മാറ്റാൻ പറ്റും. ഒരു സീൻ അടുത്ത സീൻ നമുക്ക് എത്ര സീനുകൾ വേണമെങ്കിൽ കൊണ്ടുപോകാം. പക്ഷേ കൊണ്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ട്. പക്ഷേ കൂടുതൽ സീനുകൾ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എറർ വന്നിട്ട് ആ സിനിമാ നിർമ്മാണം പാതി വഴിയിൽ വെച്ച് നിന്നുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് ഓരോ സീനും ഓരോ പ്രൊജക്റ്റാക്കി ചെയ്യാം. കാർട്ടൂണിൻ്റെ ഒരു സീൻ ഒരു പ്രൊജക്റ്റ്, അടുത്ത സീൻ കാർട്ടൂൺ പുതിയ എടുത്തിട്ട് വേറൊരു പ്രൊജക്റ്റ്, അങ്ങനെ നമുക്ക് 4 പ്രൊജക്റ്റുകൾ ചെയ്യാം. ഈ 4ഉം എക്സ്പോർട്ട് ചെയ്യുക, AVI ഫയലായിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ട് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് സിനിമയാക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഒന്നാമത്തെ സീൻ നമുക്ക് നോക്കാം. ഒന്നാമത്തെ സീൻ തുടങ്ങാനായിട്ട് ഗ്രാഫിക്സിൽ കാർട്ടൂൺ എടുക്കുക. കാർട്ടൂൺ എടുത്തു. ഓക്കെ, ഫയൽ ന്യൂ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ പേര് നോട്ടി ബോയ് എന്നാണ് പേര് കൊടുക്കുന്നത്. കരുതുക നോട്ടി ബോയ് ആണെങ്കിൽ നോട്ടി ബോയ് ഒന്നാമത്തെ പ്രൊജക്റ്റ്. ഇവിടെ ഫ്രെയിം പെർ സെക്കൻഡ് 6 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായ കാര്യങ്ങൾ കൊണ്ടുവരണം. ഒന്നാമത്തെ സീനിൽ കുട്ടിയില്ല. ഒന്നാമത്തെ സീനിലുള്ളത് വിമാനം മാത്രമാണ്. ഒന്നാമത്തെ സീനിൽ വിമാനം മാത്രം, ആ കളിക്കോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെ ഈ 2 കാര്യങ്ങളും കൊണ്ടുവരണം. അപ്പോൾ അത് ചെയ്യുന്നത് ഇൻസേർട്ട് വേണേൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ കുറിച്ച് വെച്ചോളൂ. ആദ്യം ഇൻസേർട്ട് ചെയ്യണം. ഈ ഓരോ എന്താ പറയുക ചിത്രങ്ങളായിട്ട് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ബിറ്റ് മാപ്പിലാണ് നമ്മൾ ഈ സാധനം തയ്യാറാക്കിയത്. അപ്പോൾ ബിറ്റ് മാപ്പ് ഹോമിലാണോ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ ചിത്രമൊക്കെ ചെയ്തിരിക്കുന്നത്. bg.png നമുക്ക് ആദ്യം BG കൊണ്ടുവരാം. അപ്പോൾ bg.png ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ വന്നു. കൃത്യമായ അളവ് കൊടുത്തുകൊണ്ടാണ് കൃത്യമായിട്ട് അത് ഇവിടെ വന്നു നിന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ശരിയായി. നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരേ ലെയർ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൂടുതൽ ലെയറുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ പ്രവർത്തനം ബുദ്ധിമുട്ടി പോകും. ഇടയ്ക്ക് വെച്ച് ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു ലെയർ തന്നെ ചെയ്യാം. ഇനി എന്താ വേണ്ടത്? ഒന്നാമത്തെ സീനിലുള്ളത് ഈ കളിപ്പാട്ടം മുന്നോട്ടും പിന്നോട്ടും പോകുന്നതാണ്. അപ്പോൾ വീണ്ടും ഇൻസേർട്ട് ബിറ്റ് മാപ്പ്. അപ്പോൾ ഡെസ്ക്ടോപ്പിലാണുള്ളത്. ഡെസ്ക്ടോപ്പ് എടുത്തു. അതിൽ എയ്റോപ്ലെയിൻ്റെ .png. ഓക്കെ, അത് വന്നു. അങ്ങനെ സെലക്ട് ചെയ്താൽ അതവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഇത് എത്ര പ്രാവശ്യം ഇങ്ങനെ മൂവ് ചെയ്യണം? നമ്മുടെ ഈ സിനിമയിൽ ഒരു സാധ്യതയുള്ളത്, ഈ കളി വിമാനം ഒരു തവണ ഇവിടെ വന്നു, വീണ്ടും തിരിച്ചുപോയി, വീണ്ടും വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരു 4 പ്രാവശ്യം അല്ലെങ്കിൽ 5 പ്രാവശ്യം ഭൂമിയിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോഴേ അതിൻ്റെ റിസൾട്ട് നന്നാവുള്ളൂ. പക്ഷേ ഈ 4 പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം മാത്രം മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുപോവുക.
ഇത് ചെയ്ത് വെച്ചാൽ മതി. അത് നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, അതായത് കോപ്പി ചെയ്ത് 4 or 5 പ്രാവശ്യം അവിടെ അടുക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ ആക്ഷൻ, ഈ രീതി അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതുകൂടി പഠിക്കാം നമുക്കിവിടെ. എന്ന് വെച്ച് സ്ഥിരമായ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതിനുള്ളൊരു അവസരം കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നോക്കാം. ഇങ്ങനെ ചെയ്തു. ഇനി എന്താ ചെയ്യുക? ഫ്രെയിം 1 നമ്മൾ വേണ്ട കാര്യങ്ങൾ ഒരുക്കി വെച്ചു. ഇനി എന്താ ചെയ്യുക? നമുക്ക് ആലോചിക്കാം. വിമാനത്തെ തിരിച്ചു വെക്കാം. നമുക്കിതിനെ തിരിച്ചു വെക്കാനായിട്ട് നമ്മൾ ഇന്നലെ അത് പഠിച്ചു. ഇന്നലെ കാർട്ടൂണിലെ ഒരു കാര്യം പഠിച്ചു. ക്ലിക്ക് ചെയ്യുമ്പോൾ 4 ഭാഗത്തും നീല ബട്ടൺ വരുന്നു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പച്ചയാവുന്നു എന്ന് പഠിച്ചു. ഈ പച്ചയായാൽ മാത്രമേ നമുക്കിതിനെ ഇളക്കാൻ പറ്റുള്ളൂ. ഇളക്കുക എന്ന് പറഞ്ഞാൽ കറക്കാൻ പറ്റുള്ളൂ. പിന്നെ കറക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് മൂവ് ചെയ്യിക്കണമെങ്കിൽ അത് വേണം. ഓക്കെ, ഇതാണ് വിമാനത്തിൻ്റെ പൊസിഷൻ. ഈ വിമാനം ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ വരച്ച് വെക്കേണ്ടത്. ഈ അനിമേഷൻ നമുക്ക് കിട്ടേണ്ടത്. ഇങ്ങനെയുള്ളൊരു അനിമേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഫ്രെയിമിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നു എന്ന് കരുതുക. ഓക്കെ, ഭൂമിയിലെത്താൻ എത്ര ഫ്രെയിം വേണം എന്ന് കൂടി ആലോചിക്കുക. ഫ്രെയിം പെർ സെക്കൻഡ് 6 കൊടുത്തത്. അതായത് 1 സെക്കൻഡിൽ 6 ഫ്രെയിം വേണം എന്നർത്ഥം. 1 സെക്കൻഡ് കൊണ്ട് ഭൂമിയിലേക്ക് വരാം. അടുത്ത സെക്കൻഡ് കൊണ്ട് അത് ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകാം. അല്ലെങ്കിൽ 1.5 സെക്കൻഡ് കൊണ്ട് ഭൂമിയിലെത്താം. വിമാനമല്ലേ, നമുക്ക് 1 സെക്കൻഡ് ആയാലും മതി. അപ്പോൾ 6 ഫ്രെയിം നമുക്ക് ഇങ്ങനെ ആവശ്യമുണ്ട് മുന്നോട്ട് വരാൻ മാത്രം. 6 സെക്കൻഡ് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. 6 ഫ്രെയിം വെച്ച് ചെയ്തു നോക്കാം. എന്നിട്ട് അതിൻ്റെ അനിമേഷൻ നോക്കിയിട്ട് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി കൊടുത്തേക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഇതല്ല ശരി, നമുക്ക് അല്പം കൂടി കൂടുതൽ കൊടുത്തേക്കാം. അങ്ങനെയാണെങ്കിൽ 6 എന്നുള്ളത് മാറ്റിയിട്ട് 9 എന്ന് കൊടുത്താൽ അപ്പോൾ ഒരു 3 ഫ്രെയിമിലധികമാവുള്ളൂ. പ്രശ്നമാക്കണ്ട. ഇനി നമുക്കിത് എല്ലാം തന്നെ ഇതിന് കോപ്പി ചെയ്ത്, ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും നമ്മൾ ഇന്നലെ പഠിച്ചാണ്. അപ്പോൾ കോപ്പി ചെയ്യുക, എന്നിട്ട് അടുത്ത് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അടുത്ത് സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് 9. ഓക്കെ, 9 ചെയ്തിട്ടുള്ള സ്പീഡ് നോക്കാം. അത് കൊള്ളില്ലെങ്കിൽ അല്പം കൂടി കൂടുതൽ കൊടുക്കാം. 3 കൊടുക്കണ്ടോ? 3 ഫ്രെയിം കൂടി കൂടുതൽ കൊടുത്താൽ നമുക്കത് 2 സെക്കൻഡായി കിട്ടും. രണ്ട് സെക്കൻഡ് കൊടുക്കാം വേണമെങ്കിൽ. അപ്പോൾ 3 ഫ്രെയിം കൂടി കൂട്ടി കൊടുക്കാം. കോപ്പി ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം. ഇനി ഈ ഒരു കണക്ക് വെച്ചായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ഒരു രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. നമ്മളിപ്പോൾ ഈ ഒരു സ്പീഡ് കൊടുത്തിരിക്കുന്നത്, അത് ഭൂമിയിലെത്താനുള്ള സ്പീഡ് കൊടുത്തിരിക്കുന്നത് 1 സെക്കൻഡ്, 2 സെക്കൻഡാണ്. തിരിച്ചങ്ങോട്ട് 2 സെക്കൻഡ്. ഇങ്ങനെ നമുക്കൊരു 5 പ്രാവശ്യം 4 പ്രാവശ്യം ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് കീ ഫ്രെയിം ഇടാം. കീ ഫ്രെയിം ഇവിടെ 6ഉം 12 കൊടുത്താൽ മതി. അല്ലെങ്കിൽ 4, 8, 12 ഇങ്ങനെയും കീ ഫ്രെയിം കൊടുക്കാം. 4, 8, 12 എന്ന് പറയുമ്പോൾ 12 ഈ അറ്റത്തായിരിക്കണം. 12ാമത്തെ ഫ്രെയിമിൽ ഇങ്ങേരി ഇതാ ഇവിടെ മുട്ടി നിൽക്കണം. മുട്ടി നിന്നാൽ പോരാ, അല്പം വളയണം. ഓക്കെ,
12ാമത്തെ ചെയ്തു. ഇനി 4, 8. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം 4, 8. 4 ഏതാണ്ട് ഇവിടെ വരണം. ഓക്കെ, 8 അതിൻ്റെ ഇവിടെ വരണം. ഇങ്ങനെ വന്നു. അപ്പോൾ കീ ഫ്രെയിം ശരിയാക്കി. കീ ഫ്രെയിം ഏതൊക്കെയാണെന്നുള്ളത് എഴുതി വെക്കുക. നമ്മൾ കൊടുത്തിരിക്കുന്നത് 1, 4, 8, 12. അപ്പോൾ അതിനിടയ്ക്കുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, 4 2, 3. അപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം അത് അല്പം മൂവ് ചെയ്യിക്കുക. മൂന്നാമത്തത് അത് അല്പം മൂവ് ചെയ്യിക്കുക. നാലാമത്തെ അവിടെ കാണുന്നുണ്ട്, ഒനിയൻ സ്കിൻ ഉപയോഗിച്ചിട്ട് അത് വന്നു. 4 വന്നു. ഇനി 5 അത് മൂവ് ചെയ്യിക്കുക. 6 അല്പം കൂടി മൂവ് ചെയ്യിക്കുക. 7 അല്പം കൂടി മൂവ് ചെയ്യിക്കുക. അപ്പോൾ 8 അവിടെ ഉണ്ടേ, മൂവ് ചെയ്യിക്കാം. വേണമെങ്കിൽ ഒന്നുകൂടി അല്പം ചരിവ് കൊടുക്കാം. ഓക്കെ, 8 അവിടെ ഉണ്ട്. 9 മൂവ് ചെയ്യിക്കുക. അല്പം ഇവിടെ ചരിവ് അല്പം കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് തൊടാതെ ഇത് മാത്രം ടച്ച് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുക ആ ഒബ്ജക്റ്റ്, എന്നിട്ട് ചെറിയ മാറ്റം വരുത്തുക. അതായത് സൂക്ഷ്മത വേണം, സൂക്ഷ്മമായിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് തൊട്ട് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് നീങ്ങും. അത് വരുത്താതിരിക്കുക. 8 നമുക്കറിയാം, 7 ചെയ്തു, 8 ചെയ്തു, 9 ചെയ്തു. ഇനി 10 വീണ്ടും കൊണ്ടുവരിക. 10 ഇവിടെ ബാക്ക്ഗ്രൗണ്ട് വീണ്ടും തൊട്ട് 10 അല്പം കൂടി മൂവ് ചെയ്യിക്കുക, വെക്കുക. 11, 12 നമുക്കറിയാം എവിടെയുള്ളതെന്ന്. അപ്പം അതിന് മുന്നേ വെച്ചാൽ മതി. 12 കിട്ടി. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള എല്ലാ അനിമേഷനും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതുവരെയുള്ള എല്ലാം കിട്ടി. അനിമേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന മട്ടിൽ വന്നോ എന്ന് നോക്കാം. അപ്പോൾ അനിമേഷൻ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ ചെറിയൊരു സ്പീഡിലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നോക്കാം എവിടെയാണ് വന്നതെന്ന്. അപ്പോൾ ഇല്ലസ്ട്രേഷൻ നോക്കുക, ഓരോന്നായി നോക്കുക. എവിടെയോ ഒരു ചെറിയൊരു മൂവ്മെൻറ്റിൽ പ്രശ്നം വന്നിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7. 7 മൂവ് ചെയ്യില്ല, 7 പിന്നോട്ട് വന്നു. അപ്പോൾ 7 മൂവ് ചെയ്യിക്കുക, അല്പം കൂടി മൂവ് ചെയ്യിക്കുക. 6 മുന്നോട്ട് കൊണ്ടുപോവുക. 7. ഓക്കെ, 8 അവിടെയാണ് പ്രശ്നം വന്നത്. 8, 9, 10, 11, 12. ഇനി നോക്കാം അനിമേഷൻ ക്ലിയർ ആയോ എന്ന്. ഇത് കുഴപ്പമില്ല. ഒരു ടോയ് ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. വലിയൊരു സ്പീഡ് നമുക്ക് ആവശ്യമില്ല. ഒരു ടോയ് ചെയ്യുന്ന കളിയാണ്. ഒരു ടോയ് വിമാനം ഇങ്ങനെയൊക്കെയാണ് പറക്കുള്ളൂ. അപ്പോൾ അത് മതി. ഇത് നമുക്ക് ഇവിടെ തന്നെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പോൾ 12 സീൻ നമ്മൾ 12 എന്താ പറയുക ഫ്രെയിം ഉപയോഗിച്ചാണ് നമ്മളെ ഭൂമിയിലെത്തിച്ചത്. ഒരു 12 കൊണ്ട് തന്നെ, 12 കൂടുതലാണെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. പക്ഷെ ഒരുപാട് കൂടിയിട്ടില്ല എന്നും തോന്നാം. പക്ഷേ അനിമേഷൻ വലിയ കുഴപ്പമില്ല എന്നും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരു അവസരമാണ്. സ്റ്റോറി ബോർഡിൽ
ഈ കണക്കൂട്ടി ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. മുന്നോട്ട് പോകുന്ന സ്പീഡ് വേണോ പിന്നോട്ടേക്ക്? പിന്നോട്ടേക്ക് അല്പം സ്പീഡ് കുറച്ചാൽ എന്താ, അല്ലെങ്കിൽ സ്പീഡ് കൂട്ടിയാൽ എന്താ? ഇങ്ങനെയുള്ള ആലോചനകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ഇപ്പം ഇവിടെ കാണിച്ചത് ഇങ്ങനെയാണ്, അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് കരുതാൻ പാടില്ല. മുന്നോട്ട് അങ്ങനെ പോയി, അപ്പോൾ പിന്നോട്ട് അല്പം കൂടി സ്പീഡ് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഫ്രെയിം കുറയ്ക്കാമെങ്കിൽ 12 കൊടുത്തു, ഇനി 9 കൊടുത്താൽ മതി, അല്ലെ 10 കൊടുത്താൽ മതി. 10 കൊടുത്ത് നോക്കാം, അല്ലെ 9 കൊടുത്ത് നോക്കാം, എന്ന് ചെയ്യാം. അല്ലെ 8 കൊടുത്ത് നോക്കാം, അങ്ങനെയും ചെയ്യാം. എന്ത് ചെയ്യണമെങ്കിലും ആദ്യം കോപ്പി ചെയ്യുക, അടുത്ത ഫ്രെയിമുകളിലേക്ക് സെലക്ട് ചെയ്യാം. ഞാനിങ്ങനെ പറയുന്നു, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾ ഓരോരുത്തരും പല രീതിയിൽ ചെയ്തു നോക്കൂ. അതിനു വേണ്ടിയാണ്. ഒരേ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് നമുക്ക് ഈ വഴിയിൽ പോയിക്കൂടാ എന്ന് നമുക്ക് എപ്പോഴും തോന്നണം. അപ്പം അതിനുവേണ്ടി ചെറിയ മാറ്റങ്ങൾ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക, നോക്കുക. ഇവിടെ കോപ്പി ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, അങ്ങനെ നമ്മൾ 20 ഫ്രെയിം വരെ കൊടുത്തു. 12 മുതൽ, അതായത് 20 ഫ്രെയിം കൊടുത്തു. 18ൻ്റെ കൂടെ 2 കൂടി കൂട്ടി കൊടുത്തു. പിന്നെ ഒന്നുകൂടി കൊടുക്കാം. കോപ്പി ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, 21 വരെ കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ വിമാനത്തെ പിന്നോട്ട് കൊണ്ടുപോകണം. പിന്നോട്ടെന്ന് പറയുമ്പോൾ നമ്മളിത് 12ാമത്തെ ഫ്രെയിം താഴെയുള്ളത്, 11ന് മുന്നിലുള്ളത്, 12 താഴെ. അപ്പോൾ 21ാമത്തെ ഫ്രെയിമിൽ കീ ഫ്രെയിം ഇടുകയാണ് കേട്ടോ. കീ ഫ്രെയിം കൊടുക്കുകയാണ്. 21ാമത്തെ ഫ്രെയിമിൽ ഈ ആൾ ഇവിടെ എത്തണം, ഇവിടെ, അല്ലെങ്കിൽ ഇതിനോട് പിന്നിൽ. ഓക്കെ, ചെറിയ ചലനം, ചെറിയ മൂവ്മെൻറ്റ്, ചെറിയ ചരിവ് കൊടുത്തു കഴിഞ്ഞു. 21 കൊടുത്തു, 12 കൊടുത്തു, 12, 15, 18 ഇങ്ങനെ നോക്കാം. 15 എടുക്കുക. എവിടെ വരും 15? ഏതാണ്ട് ഇതാ ഇവിടെ 15. പിന്നെ 18 എവിടെ വരും? 18 ഏതാണ്ട് ഇതാ ഇവിടെ. ഇങ്ങനെ കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ കീ ഫ്രെയിം ഇട്ടു. 15-ലിട്ടു, 18-ലിട്ടു, 21-ലിട്ടു. ഈ രണ്ട് വിട്ടിട്ടാണ് ഇട്ട്. 12 കഴിഞ്ഞിട്ട് 13, 14 ഇൻ ബിറ്റ്വീൻ 15 കൊടുത്തു. 16, 17 കഴിഞ്ഞ് 18 കൊടുത്തു. 19, 20 കഴിഞ്ഞ് 21 കൊടുത്തു. അപ്പോൾ 2 ഫ്രെയിം ഇൻ ബിറ്റ്വീൻ ഫ്രെയിം ആക്കി ഇട്ടിട്ട് ബാക്കി എല്ലാം കീ ഫ്രെയിം ആക്കി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇത് നോക്കാം. 12 കഴിഞ്ഞ് 13ാമത്തത്, 12 ഇതാ ഇവിടെ, 12 ഇവിടെ, 13, 12, 13, അല്പം കൂടി മുന്നോട്ട്, 14, അല്പം കൂടെ മുന്നോട്ട്. കാരണം 15 അവിടെ ഉണ്ട്, പറയാം. 15 ഇതാ 15. ഇനി 16, അല്പം കൂടി മുന്നോട്ട്. 17, 18 അവിടെ ഉള്ള സ്ഥിതിക്ക് എളുപ്പമാണ് വെക്കാൻ. 18 അവിടെ ഉണ്ട്. 19, 18ൻ്റെ മേലെ. 20, 21 അവിടെ ഉണ്ട്. 19 ഒന്നുകൂടി ശരിയാക്കാം. നമുക്ക് നോക്കാം ഇനി ഈ അനിമേഷൻ തൃപ്തികരമാണോ എന്ന് നോക്കാം. വെക്കുന്നു, കൊടുക്കുന്നു.
ഇത് കുഴപ്പമില്ല, കുട്ടി റിമോട്ട് കൊണ്ട് ഈ ഒരു വിമാനത്തെ കളിപ്പിക്കുന്ന പോലെ ഉണ്ട്. ഇനി അടുത്തതിൽ അല്പം കൂടി സ്പീഡ് കൂട്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇവിടെ പൂർത്തിയാകുകയാണ്. 21 ഫ്രെയിം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കി. ഈ 21 ഫ്രെയിമുകളുള്ള ഈ പ്രൊജക്റ്റ് റിപ്പീറ്റ് ചെയ്താൽ മതി. 1-2 പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്താൽ ഭംഗിയുണ്ടാവും. അതിനുശേഷം അടുത്ത പ്രൊജക്റ്റിലേക്ക് കടക്കാം. അടുത്ത പ്രൊജക്റ്റ് എന്നാൽ രണ്ടാമത്തെ സീൻ. രണ്ടാമത്തെ സീനിൽ കുട്ടിയും ആ കൊച്ചു പ്ലെയിനും ആവശ്യമാണ്. രണ്ടാമത്തെ സീനിൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് നമുക്ക് കൊടുക്കാം. പ്രൊജക്റ്റ് നെയിം NB2 എന്ന് കൊടുക്കാം. NB2 കൊടുത്തു. ഫ്രെയിം പെർ സെക്കൻഡ് നമ്മൾ 6 ആക്കി. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ബിറ്റ് മാപ്പ്. എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്? ആദ്യം വേണ്ടത് ബാക്ക്ഗ്രൗണ്ടാണ്. BG കൊടുക്കാം. BG കൊടുത്തു. BG ചെറിയ വ്യത്യാസം വരുത്താം നമുക്ക്. നമ്മൾ നേരത്തെ ചെയ്ത BGയിൽ അല്പം വ്യത്യാസം വരുത്തുക. കാരണം നമ്മൾ നേരത്തെ ചെയ്തിരുന്നത് വിമാനത്തെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുവന്നിട്ടാണ്. വിമാനം മാത്രമേ അതിൽ കഥാപാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് വിമാനത്തെ ചെറുതാക്കിയിട്ട് ഈ ചിത്രത്തിലേക്ക് ആ കുട്ടിയെ കൂടി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ പഴയ അതേ BG പോരാ, ചെറിയ വ്യത്യാസം വരുത്തണം. അപ്പോൾ അത് നമ്മൾ സൂം 50 ആക്കി ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ചെറിയ വ്യത്യാസം വരുത്തുക. ഓക്കെ, പഴയ പോലെ 100 എത്തിച്ചു. ഇത്രയേ വേണ്ടൂ, ചെറിയൊരു വ്യത്യാസം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഒറ്റ ലെയർ തന്നെ, എല്ലാം ഒരു ലെയർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസേർട്ട് ബിറ്റ് മാപ്പ് ഡെസ്ക്ടോപ്പിൽ കുട്ടിയുടെ ബോഡി ഓപ്പൺ ചെയ്തു വന്നു. ഓക്കെ, ഇനി വേണ്ടത് ഇൻസേർട്ട് ബിറ്റ് മാപ്പ് കുട്ടിയുടെ ഹെഡ്, അതും വന്നു. ഇനിയുള്ളത് ഇവിടെ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. ഹെഡ് നമ്മളെ പിന്നെ വന്നതുകൊണ്ട് ഈ ബോഡിയുടെ മുമ്പിലാണ് വരുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യം ഏതാണോ ചെയ്യേണ്ടത്, കാരണം നമ്മളെല്ലാം ഒരു ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതിൻ്റെ പിന്നിലോട്ട് കൊടുത്ത്, കാരണം ഇപ്പം ഷർട്ടിൻ്റെ ഈ കോളറുടെ പിന്നിലാണ് ഈ കഴുത്ത് വരുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ വരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഒഴിവാക്കുക, ഇങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക. ഇൻസേർട്ട് ബിറ്റ് മാപ്പ്. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം എന്താ വേണ്ടത്? നമുക്ക് തല ആദ്യം കൊണ്ടുവരണം. കുട്ടിയുടെ തല ആദ്യം കൊണ്ടുവന്നു. ഓക്കെ, ഇനി ഇവിടെ കൊണ്ടുവന്നാൽ മതി. ബിറ്റ് മാപ്പ്, ഇൻസേർട്ട് ബിറ്റ് മാപ്പ്, കുട്ടിയുടെ ബോഡി കൊണ്ടുവന്നു. ഓക്കെ, അത് എത്തി. ഇനി വേണ്ടത് വിമാനമാണ്. ഇൻസേർട്ട് ബിറ്റ് മാപ്പ്, എയർപ്ലെയിൻ എത്തി, എല്ലാം എത്തി. ഇനി നമുക്കിത് സൗകര്യം പോലെ എന്ന് പറഞ്ഞാൽ ആ സ്റ്റേജിൻ്റെ ബാലൻസ് തെറ്റാത്ത വിധത്തിൽ ഒതുക്കി വെക്കുക. നമ്മൾ ഇതൊക്കെ ഒതുക്കി വെക്കുമ്പോൾ ബാലൻസ് അത്യാവശ്യമാണ്. ഇതിന് ടോണ് മാറാൻ പാടില്ല, ബാലൻസ് തെറ്റാൻ പാടില്ല. അപ്പോൾ ഇതിനെ ഒതുക്കി വെക്കുക. ഒതുക്കി വെക്കുമ്പോൾ അല്പം ചരിച്ച് വെക്കുക. ഒന്നാമത്തെ സീന് വേണമെങ്കിൽ ഇതിനെ ചെറുതാക്കാം, അല്പം ചെറുതാക്കി.
ഇനി വേണ്ടത് കുട്ടിയെ നല്ല പൊസിഷനിൽ നിർത്തുക. കുട്ടിയുടെ വലിപ്പം ക്രമീകരിക്കുക. ആദ്യം നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, കൊണ്ടുവന്നു. കുട്ടി നിൽക്കുന്ന പൊസിഷനും ശരിയാക്കി വെക്കുക. ഓക്കെ, ഇനി വേണ്ടത് കുട്ടിയുടെ തലയുടെ വലിപ്പം ക്രമീകരിക്കുക. അതും ക്രമീകരിച്ചു. ഇത്രയൊക്കെ മതി. ഇത്രയായി. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് നമുക്കിവിടെ ഇളക്കാൻ പറ്റുന്നത് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, തലയും വിമാനവും. അപ്പോൾ ഇതിന് റിമോട്ട് ഇളക്കാൻ പറ്റില്ല, കാരണം റിമോട്ടും ബോഡിയിൽ ഒന്നിച്ച് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പം റിമോട്ട് ഇളക്കണമെങ്കിൽ ബോഡി ഒന്നായിട്ട് ഇളകണം, ആകെ ഇളകേണ്ടി വരും. അത് ഒരു കാഴ്ചയ്ക്ക് രസമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് തല ഇളക്കുന്നതനുസരിച്ചിട്ട് ഈ വിമാനം ഇളകുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ പഞ്ചും വന്നു. കാരണം റിമോട്ട് അനുസരിച്ചിട്ട് വിമാനം ഇളക്കുന്നത് സാധാരണ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. പക്ഷേ റിമോട്ട് കയ്യിൽ വെച്ചിട്ട് തല ഇളക്കുമ്പോൾ വിമാനം ഇളകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ പഞ്ച് വന്നു. നമുക്കത് മതി. അപ്പോൾ ഈ വിമാനത്തിൻ്റെ പൊസിഷൻ റെഡിയാക്കി ആദ്യം. അതിനനുസരിച്ചിട്ട് കുട്ടിയുടെ തലയുടെ പൊസിഷനും ശരിയാക്കി വെക്കുക. ഓക്കെ, ഒന്നായി. അല്ലെങ്കിൽ അല്പം കൂടി മുന്നോട്ട് വെച്ചിട്ട് അല്പം കൂടി മുന്നോട്ട് വെക്കാം, അല്പം കൂടി തിരിച്ച് വെക്കാം. മതി. നമ്മൾ കൊടുക്കുന്നത് 6 അല്ലെങ്കിൽ 9 ഫ്രെയിം എടുക്കുക. നമുക്ക് 9 ഫ്രെയിം എടുക്കാം. കാരണം 6 എടുക്കുമ്പോൾ 6 എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ 1.5 സെക്കൻഡെങ്കിലും കൊടുക്കാം നമുക്ക്. 2 സെക്കൻഡ് ആകുമ്പോൾ കുറച്ച് കൂടിപ്പോവും. അപ്പോൾ 1.5 സെക്കൻഡ് കൊടുക്കാം, അതായത് 9. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്ത് വെക്കുക. കോപ്പി ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, അതെ, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം, പേസ്റ്റ് ഇൻ ഫ്രെയിം. അപ്പോൾ നമ്മളിത് ഈ ചിത്രം, ഈ സംവിധാനം, ഈ രൂപത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയത് മൊത്തം എല്ലാ ഫ്രെയിമുകളിലേക്കും പകർത്തി വെച്ചു. നമ്മളിത് ആദ്യം തന്നെ ഈ കുട്ടിയുടെ വലിപ്പവും വിമാനത്തിൻ്റെ വലിപ്പവും ഒക്കെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് മാത്രമേ നമ്മളത് കോപ്പി ചെയ്യാൻ പാടുള്ളൂ. ഓരോ ഫ്രെയിമിലേക്കും അങ്ങനെ കോപ്പി ചെയ്താൽ മതി. അപ്പം നമുക്ക് അനിമേഷൻ കൊടുത്തു തുടങ്ങാം. പക്ഷേ അനിമേഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ കീ ഫ്രെയിംസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കീ ഫ്രെയിംസിൻ്റെ സ്ഥാനം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കീ ഫ്രെയിംസ് ശരിയാക്കി വെക്കുക. 9ാമത്തെ ഫ്രെയിം, അതാണ് നമ്മൾ അവസാനം കൊടുക്കുന്നത്. അപ്പോൾ എവിടെയായിരിക്കും കുട്ടിയുടെ തല, അല്ലെങ്കിൽ വിമാനം എവിടെയായിരിക്കും? വിമാനം ഇങ്ങനെ ഭൂമിയിൽ മുട്ടണം. മുട്ടുമ്പോൾ അല്പം ചരിവും വേണം. ഇതായിരിക്കും നന്നാവുക, ആ പൊസിഷൻ. അങ്ങനെയാവുമ്പോൾ കുട്ടിയുടെ തല എന്ത് ചെയ്യണം? കുട്ടിയുടെ തലയും അല്പം ചരിഞ്ഞോട്ടെ. കുട്ടിയുടെ തല ശരിയാക്കി വെക്കുക, മതി. ഇനി 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ കൊടുത്താൽ മതി. 1, 2, 3 നമ്മൾ BG ആക്കി ഇടുക. എന്നിട്ട് 4 കൊടുക്കുക. 4ാമത്തെ ഫ്രെയിം അത് കീ ഫ്രെയിം ആക്കാം. 4ാമത്തെ കീ ഫ്രെയിം ആക്കുമ്പോൾ വിമാനം ഏതാണ്ട് ഇവിടെ വരണം. അപ്പോൾ അതിൻ്റെ
പൊസിഷനും ശരിയാക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് തൊട്ടുപോയി. അതുകൊണ്ട് സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ബാക്ക്ഗ്രൗണ്ട് തൊട്ടുപോകാൻ പാടില്ല. തൊട്ടുപോയാൽ ഇളകിപ്പോ. ഇത് കൈകാര്യം ചെയ്യാണ്. ഈ ബട്ടൺ ശരിക്കും അതിൻ്റെ മുകളിൽ മാത്രമേ വെക്കാവൂ, എന്നാൽ പ്രശ്നം വരില്ല. ബട്ടൺ പുറത്ത് പോകുമ്പോൾ നമ്മൾ ടച്ച് ചെയ്യുന്നത് ആ ബാക്ക്ഗ്രൗണ്ടിലാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ട് ഇളകിപ്പോകും. അല്പം വ്യത്യാസം വരുത്തും. ഓക്കെ. അതുപോലെ ഈ കുട്ടിയുടെ തലയ്ക്കും അല്പം വ്യത്യാസം വരുത്തുക. ശരി, 4 ആയി. 5, 6, 7 കൊടുക്കാം. 7 എന്ന് പറയുമ്പോൾ പിന്നെ ഒന്നേ ഉള്ളൂ,